മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടാവും കാണാഞ്ഞിട്ടല്ലേ. അപ്പോൾ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒരു പാഠഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ്. ഹാപ്പി അല്ലേ? നമ്മുടെ ചാനലുകളിൽ ലൈവ് ക്ലാസ്സൊക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് കേട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളൊന്ന് എന്ന് പറയുന്ന ഒരു പാഠഭാഗം നിങ്ങൾ പഠിക്കുന്നുണ്ടോ? നമ്മൾ ഒന്ന്, എല്ലാവരും അല്ലേ. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രതിജ്ഞയൊക്കെ പറയാറുണ്ട്. അല്ലേ. അതുപോലെ നമ്മൾ എന്താണ്? നമ്മൾ ഒന്നാണ്. ശരിക്കും നമ്മളെല്ലാവരും ഒന്നാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരേ നിയമമാണുള്ളത്. എനിക്കുള്ള നിയമം തന്നെയാണ് നിങ്ങൾക്കും ഇവിടെ ഉള്ളത് അല്ലേ. ഇവിടെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലെയാണ്. എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാം, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാനുള്ള അവകാശവും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ജനാധിപത്യം, ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ട് നമ്മൾക്ക്. അതായത് നിങ്ങളുടെ അച്ഛനോ അമ്മയൊക്കെ വോട്ട് ചെയ്യാൻ പോകാറില്ലേ? അവർ വോട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചിലർ നമ്മുടെ പ്രതിനിധികളായിട്ട് ഭരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പഞ്ചായത്തിലാണെങ്കിൽ ആദ്യം ഒരു വാർഡ് മെമ്പർ ഉണ്ടാവും അല്ലേ. എല്ലാ വാർഡിനും ഓരോരോ മെമ്പറെ നമ്മൾ തിരഞ്ഞെടുക്കും. എന്നിട്ട് എല്ലാവരും കൂടി ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നിയമ സംവിധാനം. പിന്നെയോ ഇന്ത്യയുടെ എത്തുന്ന സമയത്തോ ഇന്ത്യക്കൊരു രാഷ്ട്രപതിയൊക്കെ ഉണ്ട് അല്ലേ, പ്രധാനമന്ത്രിയുണ്ട്, വിവിധ വകുപ്പുകളിൽ മന്ത്രിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ ചിത്രമൊക്കെ ഞാൻ കാണിച്ചു തരാം. ജനാധിപത്യം എന്നത് ഒത്തുചേർന്നുള്ള ജീവിതമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ജീവിക്കുന്നതിനാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് കുട്ടികൾ 2 പേരുടെ ചിത്രം നോക്കുന്നത് കണ്ടോ? നിങ്ങളെപ്പോലുള്ള കുട്ടികൾ മുകളിലേക്ക് നോക്കിയിട്ട് ഇതാരാണ് എന്നൊക്കെ അവർ അത്ഭുതപ്പെടുകയാണ്. അവർക്കറിയാമായിരിക്കും. നിങ്ങൾക്കറിയാമോ ഇതാരാണ് എന്ന്? ഇതാരാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. നമ്മൾ ബാപ്പുജി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന മഹാത്മാഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ട് അറിയപ്പെടുന്നത്. ആരാണ് നമ്മുടെ രാഷ്ട്രപിതാവ്? ആരാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയമില്ലാതെ നമുക്ക് വിളിച്ചു പറയാം അല്ലേ. ഫാദർ ഓഫ് നേഷൻ. ഹു ഇസ് ദ ഫാദർ ഓഫ് നേഷൻ എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവ് അല്ലേ. അദ്ദേഹം ചെയ്ത സംഭാവനകൾ നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും ഒക്കെ വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപിതാവ് എന്നുള്ള ആ ഒരു പേര് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അല്ലേ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത്. ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ BR അംബേദ്കർ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ആദ്യം തന്നെ കണ്ടത് കേട്ടോ. ഇനി നിങ്ങൾക്ക് നിയമസഭാ മന്ദിരം ഇവിടെയാണ് നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭാ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഈ നിയമസഭാ മന്ദിരത്തിലാണ് നമ്മുടെ കൊട്ടാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. രാജാക്കന്മാരായിരുന്നു കൊട്ടാരത്തിൽ. അപ്പോൾ ഇവിടെയോ മന്ത്രിമാരാണ് അല്ലേ. നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ വിവിധ വകുപ്പുകൾ ചുമത്തപ്പെട്ട മന്ത്രിമാരൊക്കെ ഇവിടെയാണ്. നമ്മൾ തിരഞ്ഞെടുത്തതാണ് അവരെ. നമ്മളാണ് അവർക്ക് എന്ത് കൊടുത്തത്? അധികാരമൊക്കെ കൊടുത്തത് നമ്മളെ ഭരിക്കാൻ, നല്ല രീതിയിൽ കാര്യങ്ങൾ പോകാൻ വേണ്ടി. അതുകൊണ്ട് എല്ലാവർക്കും തുല്യ അവകാശമാണ് നമ്മുടെ രാജ്യത്തും അല്ലേ എവിടെയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി പോകുമ്പോൾ തിരുവനന്തപുരത്തുള്ള നിയമസഭാ മന്ദിരമൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ഇനി പറയാനുള്ളത്, ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്. ഈ കഥയിൽ ആരാണുള്ളത്? ഒരു കുട്ടിയുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പേരാണ് കുട്ടമ്മാവൻ. അപ്പോൾ കുട്ടമ്മാവൻ എങ്ങോട്ടാന്ന് ചോദിക്കും. കുട്ടമ്മാവൻ എങ്ങോട്ടാ? അപ്പോൾ കുട്ടമ്മാവൻ പറയും കൊട്ടാരം കാണാൻ. അയ്യോ എൻ്റെ കുട്ടമ്മാനെ, കണ്ണടയില്ലാണ്ട് കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്ത് കാണാനാ? അപ്പോൾ കുട്ടമ്മാവൻ തിരിച്ചു പോയിട്ട് കാലില്ലാത്ത കണ്ണട ഒരു കണ്ണടയൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ മൂക്കത്ത് വെച്ചിട്ട് വീണ്ടും പുറപ്പെട്ടു. കുട്ടമ്മാമ എവിടെയാണ് കണ്ണടയൊക്കെ വെച്ചത്? അപ്പോൾ വഴിയിൽ നിന്ന് പിന്നെയും ചോദിക്കുകയാണ് കുട്ടമ്മാവൻ എങ്ങോട്ടാ? അപ്പോൾ കുട്ടമ്മാവൻ പറയും കൊട്ടാരം കാണാൻ. അയ്യോ എൻ്റെ കുട്ടമ്മാവാ, കൊടയില്ലാണ്ട് കൊട്ടാരം നടന്ന് കാണാനാവില്ല. കുട്ടമ്മാവൻ ഉടനെ മടങ്ങിച്ചെന്ന് കാലുവളഞ്ഞ കുടയെടുത്ത് നിവർത്തിപ്പിടിച്ച് വീണ്ടും പുറപ്പെട്ടു. കുട്ടമ്മാവൻ എങ്ങോട്ടാ?
കൊട്ടാരം കാണാൻ. വീണ്ടും പറയാണ് അല്ലേ, അയ്യോന്റെ കുട്ടമ്മാവാ, കണ്ണട വെച്ച് കൊട പിടിച്ച് ചെന്നാ കൊട്ടാരത്തിൽ കയറ്റുവോ? എല്ലാവർക്കും കൊട്ടാരത്തിൽ കയറാൻ പറ്റില്ല അല്ലേ? കൊട്ടാരത്തിൽ കയറ്റുമോ? നമ്മൾ കയറി ചെന്നാൽ നമ്മളെ നിയമസഭയിലേക്ക് കയറ്റുമോ? അപ്പോൾ കുട്ടമ്മാവൻ പറയുന്നൊരു ഉത്തരാണേ. എന്താ പറയുന്നതെന്നറിയോ? എന്താ കേറ്റാണ്ട്? ഇത് പണ്ടത്തെ കൊട്ടാരമല്ല, അതായത് രാജാവിന്റെ കൊട്ടാരമല്ല. പണ്ടത്തെ കുട്ടമ്മാവനും അല്ല. രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കയറി ചെല്ലാനൊന്നും പറ്റില്ലായിരുന്നു അല്ലേ? എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാ പോണത്. മനസ്സിലായോ? എവിടേക്കാ പോണത്? എന്നെ ഭരിക്കാൻ വേണ്ടി ഞാൻ ഒരു രാജാവിനെ നിയമിച്ചിട്ടുണ്ട്. ആ രാജാവിന് ഞാനൊരു കൊട്ടാരം കൊടുത്തിട്ടുണ്ട്. അവിടേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആർക്കും നമ്മളെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ഇത് മായുന്നില്ലല്ലോ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അവിടെ നമുക്ക് ആർക്കും കടക്കാനൊന്നും പറ്റില്ല എന്നുള്ളതാണ് അല്ലേ? പക്ഷേ കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ സ്വന്തം കുട്ടേട്ടൻ എഴുതിയ ഒരു കഥയിൽ, കുട്ടമ്മാവനും കൊട്ടാരവും എന്ന് പറയുന്ന കഥയിലെ കുട്ടേട്ടൻ പറയുകയാണ്, അത് അവരുടെ കൊട്ടാരമൊന്നുമല്ല, ഞാനാണ് അവരെ നിയമിച്ചത് എന്നെ ഭരിക്കാനായിട്ട് അല്ലേ? അവിടേക്ക് ഞാൻ കൊടുത്ത കൊട്ടാരത്തിൽ എനിക്ക് കയറിപ്പോകാം. മനസ്സിലായോ എന്നാണ്. ശരി, അത് തന്നെയാണല്ലേ. ദാ വോട്ട് ചെയ്ത് ക്യൂ ആയിട്ട് നിൽക്കുന്ന കണ്ടോ? എന്നിട്ട് വോട്ട് ചെയ്ത് നമ്മൾ അവരെ വിജയിപ്പിച്ചതാണ്. അപ്പോൾ അത് ജനങ്ങളുടേതും കൂടിയാണ് എന്നാണ് കുട്ടമ്മാവിൻ്റെ ഈ കഥയിലൂടെ പറയുന്നത് കേട്ടോ. പണ്ടത്തെ കുട്ടമ്മാവനല്ല, എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാ പോകുന്നത്. ആവർത്തിച്ച് പറയാണ് ടീച്ചർ അത് അല്ലേ? ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാ പോകുന്നത്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് എഴുതിയ ഒരു കഥയാണ്, മനോഹരമായൊരു കഥ അല്ലേ? നമുക്ക് നല്ലൊരു ആശയമുള്ള കഥ. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് ഇതാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? വളരെ നമുക്ക് എന്താണ്, പഴമൊഴിയിലൂടെയും പഴഞ്ചൊല്ലിലൂടെയും എല്ലാം കുട്ടി കുട്ടി കവിതകളിലൂടെയൊക്കെ നമുക്ക് കുറേ ആശയം അല്ലേ നമ്മളിലേക്ക് എത്തിക്കുകയാണ്. കുറേ കാര്യങ്ങൾ, സമൂഹത്തിലെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. വളരെ കുഞ്ഞു കഥകളിലൂടെയൊക്കെ വലിയൊരു ആശയം നമ്മളിലേക്ക് എത്തിക്കുന്ന കുഞ്ഞുണ്ണി മാഷ് കുട്ടികൾക്ക് പ്രിയപ്പെട്ടതാണ്. കുഞ്ഞുണ്ണി മാഷും കുട്ടികളും എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ കഴിയാണ്. അടുത്ത ക്ലാസ്സിലെ മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം. ഇതിൻ്റെ ബാക്കി രസകരമായ കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. ടാറ്റാ.